നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഭയത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്ന്? ഇന്നത്തെ വീഡിയോയിൽ സ്വയം വിശ്വസിച്ച് സ്വാതന്ത്ര്യത്തോടെ സ്വന്തം വഴിയിൽ നടക്കാൻ സഹായിക്കുന്ന 7 ലളിതമായ മാർഗങ്ങൾ പങ്കുവെക്കുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതാതെയാകുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം വഴി പിന്തുടരാനും കഴിയുന്നു. ഇത് നേടുക അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ തന്നെ അതുവഴി നടന്നിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന 7 ലളിതമായ മാർഗങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. നിങ്ങളുടെ വില തിരിച്ചറിയുക. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് അളക്കാറുണ്ട്. എന്നാൽ അത് അഭിമാനത്തെ തകർക്കുന്ന ഒരു മാർഗമാണ്. സ്വയം വിലമതിക്കൽ അകത്തു നിന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ചേരുവയല്ല. നമുക്ക് നമ്മുടെ സ്വന്തം ശക്തികളും ദൗർബല്യങ്ങളുമുണ്ട്. അത് ആഘോഷിക്കേണ്ടതാണ്. സ്വയം ചോദിക്കൂ, എന്റെ മൂല്യങ്ങൾ എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? എന്നെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? ഓർക്കൂ, നമ്മുടെ വില മറ്റുള്ളവർക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ തന്നെ അംഗീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വയം കരുണ കാണിക്കുക. ഞാൻ നേരിട്ട അനുഭവം ഒരു ഉദാഹരണമായി പറയാം. ഒരു ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ എല്ലായ്പ്പോഴും മേധാവിക്ക്, സഹപ്രവർത്തകർക്കും ക്ലയന്റുകൾക്കും മുന്നിൽ പൂർണ്ണത തെളിയിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചെറിയ പിഴവുകൾ പോലും വലിയ പരാജയമായി തോന്നിയിരുന്നു. ഒരിക്കൽ സമ്മർദ്ദത്തിലായപ്പോൾ ഞാൻ കണ്ണീരോടെ ഇരുന്നു കൊണ്ടിരുന്നപ്പോൾ തിരിച്ചറിഞ്ഞു, ഞാൻ തന്നെ എന്റെ ഏറ്റവും വലിയ വിമർശകനാണ്. അപ്പോൾ മനസ്സിലായി, എനിക്ക് സ്വയം കരുണ കാണിക്കണം. സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം പിഴവ് മനുഷ്യ സ്വഭാവമാണ് എന്ന് അംഗീകരിച്ച് ഞാൻ വീണപ്പോൾ പരിശ്രമിച്ചല്ലോ, അതെ മതിയാകും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ഇത് വലിയൊരു മാറ്റം കൊണ്ടുവന്നു. സമ്മർദ്ദം കുറയുകയും മറ്റുള്ളവരുടെ അംഗീകാരം തേടേണ്ട ആവശ്യം കുറയുകയും ചെയ്തു. സ്വയം കരുണയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഭയം വിട്ടുമാറാനുള്ള ഒരു തുടക്കം. സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് മനസ്സിലാക്കുക. മിക്കവരും കരുതുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു. ഇത് മനഃശാസ്ത്രത്തിൽ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയോ രൂപത്തെയോ മറ്റുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കുന്നുവെന്ന് നമ്മൾ തെറ്റായി കരുതുന്നു. യഥാർത്ഥത്തിൽ എല്ലാവരും അവരുടെ സ്വന്തം സ്പോട്ട് ലൈറ്റ് അഥവാ ജീവിത പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പുതിയൊരു മുടി സ്റ്റൈൽ ചെയ്താലോ ഒരു പ്രസംഗം നടത്തിയാലോ മറ്റുള്ളവർ അത്രയും ശ്രദ്ധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ചിന്തയിൽ നിന്ന് മോചനം നേടുവാൻ നമ്മെ സഹായിക്കും. വ്യക്തിഗത അതിർത്തികൾ സ്ഥാപിക്കുക. ബൗണ്ടറികൾ അത്യാവശ്യമാണ്. എനിക്കിത് വേണ്ട എന്ന് പറയാൻ പഠിക്കണം. ഇതുകൊണ്ട് ആരെങ്കിലും നിരാശപ്പെടുകയാണെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടേതല്ല. ആദ്യം ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷേ അത് നിങ്ങളുടെ മാനസികവും മാനുഷികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്ന ശക്തമായ ഒരു ചുവടുവയ്പ്പാണ്. പൂർണ്ണതാപ്രിയത വിട്ടുകളയുക. ഒരു കാലത്ത് ഞാനും പൂർണ്ണതാപ്രിയതയായിരുന്നു എന്ന് പറയാം. ഞാൻ മികച്ചവനല്ലെങ്കിൽ ഞാൻ മോശമാണെന്ന മനോഭാവം. ഇത് സമ്മർദ്ദവും ഭയവും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഭീതിയും മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. എന്നാൽ പിന്നീട് തിരിച്ചറിഞ്ഞു, പൂർണ്ണതാപ്രിയത വിട്ടുകളയണം. പിഴവുകൾ വളർച്ചയ്ക്ക് അവസരങ്ങളാണ്. ചെറിയ പുരോഗതിയും ആഘോഷിക്കേണ്ടതാണ്. നമ്മളുടെ മൂല്യം പൂർണ്ണതയിലല്ല, ഭാവികതയിലാണ്. പോസിറ്റീവ് ആളുകളെ ചുറ്റും വെക്കുക. നമ്മൾ ചെലവഴിക്കുന്ന സമയം ആരോടാണ് എന്നത് നമ്മുടെ മനസ്സിനെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നു. നെഗറ്റീവ് ആൾക്കാർക്കൊപ്പം കഴിയുമ്പോൾ ഊർജം നഷ്ടപ്പെടും. പോസിറ്റീവ് ആളുകൾക്കൊപ്പം കഴിയുമ്പോൾ നമ്മൾ പ്രചോദനം കണ്ടെത്തുകയും നമ്മുടെ വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതിനാൽ പോസിറ്റീവ് കൂട്ടായ്മ തിരഞ്ഞെടുക്കുക. വ്യക്തിത്വത്തെ ചേർത്ത് പിടിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഭയം വിട്ടുമാറാനുള്ള ഒരു അടിസ്ഥാനമാണ് സ്വന്തം വ്യക്തിത്വത്തെ ആഘോഷമാക്കുക എന്നത്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മുടെ ശക്തികളും ദൗർബല്യങ്ങളും അനുഭവങ്ങളും ചേർന്നതാണ് നമ്മൾ സ്വയം അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വെറും അഭിപ്രായങ്ങൾ മാത്രമായി മാറുന്നു. ധൈര്യത്തോടെ ആത്മാർത്ഥമായി നിങ്ങളായിരിക്കുക. ഇത് ഒരു യാത്രയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള മോചനം ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടാനാകില്ല. അത് ക്രമേണ നടക്കുന്ന ഒരു യാത്രയാണ്.
ചിലപ്പോൾ തടസ്സങ്ങളും സംശയങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ എലിനോർ റൂസ്വെൽറ്റിന്റെ വാക്കുകൾ ഓർമ്മിക്കൂ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ അധികം വിഷമിക്കുന്നില്ലെങ്കിൽ അവര് വളരെ കുറച്ചു മാത്രമേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയൂ. ജീവിതത്തിന്റെ എഴുത്തുകാരൻ നിങ്ങളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് വഴിതെറ്റാതെ അതിനെ ഒരു മഹാകൃതിയാക്കി മാറ്റൂ. ലവ് യു ഓൾ, ബി ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ ശക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തിരിച്ചറിയുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.